എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനത്തിൻ്റെ ചരണമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചരണത്തിൻ്റെ ആദ്യത്തെ ഫ്രേസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം പഴയ അനുപല്ലവിയുടെ അതേ സ്വരങ്ങൾ തന്നെയാണ്. എങ്കിലും ഞാൻ പഠിപ്പിക്കാം. ചരണത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ഞാൻ ഗരിരി സസദ, പിന്നെ ഞാൻ ഗരിരി സസദ, ഗരിരി സസദ അങ്ങനെ വരും. പാടിയൊരീണങ്ങളൊക്കെയും പാടിയ രീണങ്ങളൊക്കെയും മൺ ദസസ മൺ പാടിയ ദസസാസ ഈണങ്ങളൊക്കെയും സാസാരി ദസസ മൺ ദസസ ദസസാസാരി. ഈ വായിക്കുമ്പോൾ രികരിന്ന് വരും. ഗരിരി സസാദ ദസ സസ ദസ സ ഗരി. എന്നിട്ട് വായിക്കാം. നിന്നെ കുറിച്ചായിരുന്നു നിന്നെ ഗപ പദപ തകിട ഗപ പദപ നിന്നെ കുറിച്ചായി ഗരീരികാരിശ ഗരീരികാരിശ കുറിച്ചായിരുന്നു സാസ വൺ ഗപ പദപ ഗരീരികാരിശ സാസ നിന്നെ കുറിച്ചായിരുന്നു. അവിടെ വീണ്ടും ഒരു ലിങ്ക് വരും. ദപ ഗരിസ ദപ ഗരിസ. സിത്താറ് സന്തൂര് ഗിറ്റാറ് ചേർന്ന് ദപ ഗരിസ. അനുപലയിലും വന്നിരുന്നു ഇതേ ലിങ്ക് തന്നെ. പിന്നെ രണ്ടാമത് പാടും. അപ്പോൾ ഒരു സ്ലൈഡ് നിന്നെ കുറിച്ചായിരുന്നു എന്ന് പറഞ്ഞ ഭാഗത്ത് ചെറിയൊരു ഡിഫറൻസിലാണ് പാടിയിരിക്കുന്ന ചിത്ര. അവിടെ ലിങ്കും മാറും. ദപ ഗരി ഗപ ദ അനുപല. അപ്പം അത് ഞാൻ പറയാം. രണ്ടാമത്തെ ഗരി സസദ ദസ സസ ദസ സ സരി ഗപ ഗദപ ഗദപ പദപ നിന്നെ. അവിടെയാണ് വ്യത്യാസം. ഗദപ പദപ ഗദപ പദപ ഗരി ഗരി രിപുകാരി സ കുറിച്ചായി ഗരി രിപുകാരി സ കുറിച്ചായിരുന്നു. നിന്നെ കുറിച്ചായിരുന്നു ഗദപ പദപ ഗരി രിപുകാരി സ തകിട. അവിടെ അങ്ങനെ വരും. ദപ ഗരി ഗപ ദ. ഈ പോർഷൻ രണ്ടെണ്ണം ഞാൻ വായിക്കാം. രണ്ട് ലിങ്ക് ചേർത്തിട്ട് 3, 4.
അത്രയും വരും. അത് കഴിഞ്ഞിട്ട് അന്തിമയങ്ങിയ ഗപപദാദ ഗപപദാദ നേരത്തു നീയൊന്നും നേരത്ത് ദസപപ നീ ഒന്നും പദദപ പദദപ ദസപപ പദദപ നേരത്തു നീ ഒന്നും അന്തിമയങ്ങിയ നേരത്തു നീ ഒന്നും മിണ്ടാതെ മിണ്ടാതെ പോയി എന്തേ മിണ്ടാതെ മിണ്ടാതെ സെയിം തന്നെയാണ്. ഗപദസ സാരി സ ഗരി നെഞ്ചിലെ മൈനയും തേങ്ങി നെഞ്ചിലെ സഗരിസ സഗരിസ സദാ ദരിസരിസ മൈനയും മൈനയും നെഞ്ചിലെ സഗരിസ ദരി ദരിസരിസ തേങ്ങി. ഓ ആ സെയിം തന്നെ. ഗപദ സദാ പഗ ഗപദ സദാ പഗ ഗരിസ നെഞ്ചിലെ മൈനയും തേങ്ങി. അതേപോലെ ലിംഗ് ഗപദ പ ഗരിസ. അപ്പൊ നെഞ്ചിലെ മൈനയും തേങ്ങി. ഓ നെഞ്ചിലെ മൈനയും തേങ്ങി. പിന്നെ ലിംഗ് ഗപദ പ ഗരിസ. വൺ അത് ലിംഗം വരും. ഗപദ പ ഗരിസ. അന്തിമയങ്ങി അവിടെ നിന്നിട്ട് വായിക്കാം. 3 4 തക്കിട്ട. ഞാനത് മുഴുവനായിട്ടത് വായിക്കാൻ നോക്കാം. 3 4 അങ്ങനെ ചേർന്ന് പല്ലവി വരും. പല്ലവി ഫുള്ള് വന്നിട്ട് ആദ്യത്തെ പോലെ തന്നെ വരും. പിന്നെ ഒരു ലൈൻ കൂടി വരും. വന്നു ചിരി തൂകി നിന്നു എന്നുള്ളത്. ഓ വന്നു ചിരി തൂകി നിന്നു ഒന്നും കൂടി എക്സ്ട്രാ വരും. ഗപദ സദാ പഗരി ഗരി സദാ ദരി സരി സ അത്ര വരും. ഓ പല്ലവിയില് അവസാനം അങ്ങനെ വന്നേക്കുന്നത്. ഓ ഓ ഓ
വന്നു ചിരി തൂകി നിന്നു. ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ് പല്ലവി വരുന്നത്. അവസാനം ഒരു ഫുൾ വൺസ് വന്നിട്ട് ആ ഓ വന്ന് ചിരി തൂകി നിന്നു എന്ന് എക്സ്ട്രാ ആയിട്ട് വരും. അനുപല്ലവിയിലുള്ള അതേ ട്യൂൺ തന്നെയാണ്, അത് പല്ലവിയിലും വരും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ഫോൺ എടുത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ തീർത്തിരുന്നതാണ്. അതുകൂടാതെ മുരളി സംഗീത അക്കാദമി എന്ന പേരിൽ ഞാനൊരു മ്യൂസിക് സ്കൂള് 8 കാലങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂൾ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ 8 കാലങ്ങൾ പഠിപ്പിച്ച് എല്ലാ പാട്ടുകളും അതേപോലെ ഡിറ്റോ വായിക്കാനുള്ള സാധകം നിങ്ങൾക്ക് കിട്ടും. അതാണ് എൻ്റെ 8 കാലങ്ങളുടെ പ്രത്യേകത. വോക്കലും ഗിറ്റാർ, കീബോർഡ്, ഫ്ലൂട്ട്, വീണ, വയലിൻ അങ്ങനെ 6 ഇനങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേ രീതി തന്നെയാണ്, പ്രൊഫഷണൽ ട്രെയിനിങ് തന്നെയാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 93ാമത്തെ ഗാനവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.